ഹലോ, രതീഷ് പരപ്പനങ്ങാട് കേട്ടോ. ഇന്ന് തിരൂരിൽ നിന്ന് ചെട്ടിപ്പടിയിലേക്ക്, അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് ഇതാ വീണ്ടും താന്നൂർ എവിടെ സ്പോട്ട് എന്ന് അറിയില്ല. മീനും ചോറും കുറേ ആളുകൾ നമ്മളെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. സ്പോട്ട് ഇതാ ഒന്നും കൂടി പറയണം, നടക്കാവ് കേട്ടോ. മൂലക്കൽ അതേപോലെ പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് വരുന്ന ശോഭപ്പറമ്പ് ക്ഷേത്രം കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഞാനെന്താ പറയുക, നിങ്ങളിലേക്ക് വീണ്ടും ഈ വീഡിയോ എത്തിക്കണേ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണമാണ് ഇവിടെ ഉച്ചയ്ക്ക് കിട്ടുന്നത്. അടിപൊളി ഫുഡ്, ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് അത്രയും വൃത്തിയിൽ. ഇവിടുത്തെ സാമ്പാർ, അവിയൽ, തോരൻ, പുളിങ്കറി, അച്ചാറ്, അങ്ങനെ ഏകദേശം ഒരു 8-9 ഐറ്റംസ് വെച്ച് കൊണ്ടാണ് ഇവിടെ ഉച്ചഭക്ഷണം. ഇവിടെ ഒരു നേരവും കഴിക്കാതെ ഇരിക്കരുത് ആരും. ഒന്ന് കയറിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് വയറിന് കംപ്ലൈൻറ്റ് ഇല്ലാതെ അത്രയും നല്ല നാച്ചുറൽ ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഇന്നത്തെ ഓർഡറിനുള്ള മീനുകളുണ്ടോ. ഞാൻ വരുന്ന സമയം 11:30 രാവിലെ. ഈ മീനൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഓർഡർ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും തിരക്കാണ്. ആളുകൾക്ക് അറിയാം അത്രയും നല്ല ഫുഡ് കിട്ടുന്നു. പിന്നെ നിങ്ങൾക്കൊരു ഓഫറും കൂടി ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. രതീഷ് പരപ്പനങ്ങാടി എന്ന പ്രൊഫൈലിൽ നിന്ന് ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ അവിടെ പറയുക രതീഷ് പരപ്പനങ്ങാടി എന്ന പേജിൽ ഞങ്ങൾ കണ്ടിട്ട് വരികയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഓഫർ ഉണ്ടാവും കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയണേ. നിങ്ങൾക്ക് മീനിലും എല്ലാ ഐറ്റംസിലും ഒരു ഓഫർ ഉണ്ടാവും. ഇതുകൊണ്ട് അത്രയും നാച്ചുറൽ വൃത്തിയിൽ ലൈവായിട്ടാണ് നമ്മളെ മുന്നിൽ ഉണ്ടാക്കുന്നത്. ഓരോ ഫ്രൈകളും ഇതൊക്കെ ഓർഡറാണ്, ഇന്നത്തെ ഒരു നേരത്തെ ഓർഡറാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുണ്ടാവും. സാമ്പാറൊക്കെ കണ്ടോ, അടിപൊളി സാമ്പാർ. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അത്രയും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത്രയും സൂപ്പറായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉപ്പേരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അത്രയും നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു നേരമെങ്കിലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോകരുത്. നമുക്ക് വയറ് നിറച്ച് കഴിക്കാം, കുറഞ്ഞ പൈസയ്ക്ക് വയറ് നിറച്ച് കഴിക്കാം. പുളിങ്കറി, പച്ചടിയൊക്കെ പൈനാപ്പിൾ പച്ചടി കേട്ടോ, നല്ല ടേസ്റ്റി. തോരൻ ഒന്നും പറയണ്ട, പായസം, എല്ലാ ദിവസവും പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അതിനോട് അനുബന്ധിച്ച് ജ്യൂസ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും. സ്റ്റാഫൊക്കെ പറഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലിയാണ് നമ്മളോട്. നമുക്ക് വീട്ടിൽ നിന്ന് ഇരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചമ്മന്തി, കൊണ്ടാട്ടമുളക്, പപ്പടം, എല്ലാ ഐറ്റംസും. അപ്പം മറക്കണ്ട, താന്നൂര് മീനും ഊണും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ഐറ്റംസ്, ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷവായി, അൽഫാം, പിന്നെ എടുത്ത് പറയേണ്ട ഷവർമ്മയൊക്കെ വെറൈറ്റി ഷവർമ്മകളുണ്ട്. നിങ്ങൾ കയറിയാൽ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഒരുപാട് ഫാമിലീസിന് വന്ന് പാർക്കിങ്ങോ അടിപൊളിയാണ്. ഫുഡ് കഴിക്കാനാണ് ഒരുപാട് സ്ഥലം, പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിക്കാം. ഇത് കണ്ടോ, ജസ്റ്റ് ഉച്ച ആവണുള്ളൂ അപ്പോഴേക്കും ആളുകൾ വന്നിരിക്കുകയാണ്. ഇത്രയും ജനത്തിരക്കാണ് ഇവിടെ. ഒരു പ്രാവശ്യം നിങ്ങളിവിടെ ഒന്ന് കഴിച്ചാലേ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കണ്ട, നമ്മളെ രതീഷ് പരപ്പനങ്ങാടി എന്ന പ്രൊഫൈൽ, അതായത് യൂട്യൂബിലുണ്ട്, D3 വ്ളോഗ്. ഇതിൽ ഏതെങ്കിലും ഒരു പേര് പറയുക. ഇത് കണ്ടിട്ടാണ്, പരസ്യം കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഓഫർ ഉണ്ടാവും കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. മാരകം എന്ന് പറഞ്ഞാൽ അതിമാരകം, സർവീസോ അതിലും അപ്പുറം. ഓക്കെ, താങ്ക് യു.